ഫിലിം ആക്ടർ മമ്മൂട്ടി ആ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കുറെ കാലുണ്ടായിരുന്നു. ആ ഇവിടെ മഞ്ചേരി. മഞ്ചേരി ഈ വാസ് അഡ്വക്കേറ്റ് ഹിയർ. ഇവിടെ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. ശ്രീധരൻ വക്കീലുണ്ട് ഇവിടെ, അതേ കൂടെയായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ താമസം. ഞങ്ങൾ ഓഫീസ് അടുത്തടുത്താണ്. അപ്പോൾ സ്ഥിരമായിട്ടിൻ്റെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നല്ല ബന്ധത്തിലായിരുന്നു. ശരി. അപ്പം പണ്ട് നിങ്ങൾ ഒരുമിച്ച് വക്കീലായിരുന്നു അല്ലേ? ഒരുമിച്ച് വക്കീലായിരുന്നു. പക്ഷേ വക്കീലായാലും നന്നായി അത്ര ഇല്ലെന്നുള്ളേ. അദ്ദേഹം ഇവിടെ അങ്ങനെ ശോഭിച്ചില്ലല്ലോ. ഇവിടെയാണ് സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഞാനൊക്കെ യോഗത്തിന് പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ വരും. അദ്ദേഹത്തിന് ആത്മകഥ ഉണ്ടായിരുന്നു മലയാള മനോരമയിൽ. അതിലൊരു പ്രാവശ്യം അതൊക്കെ കുറേ ഡീറ്റെയിലായിട്ട് എഴുതിയിരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ഞങ്ങൾ ചെറിയ 2 ലൈന് പാടും. ഞാൻ അയാളെ കാണുമ്പോൾ എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരും. അങ്ങനെ താനൂർ മീറ്റിങ്ങിന് പോയപ്പോൾ എന്നെ എല്ലാവരും അറിയാം, അയാൾ ആരും അറിയില്ല. അന്ന് നടനായിട്ടില്ല. ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 2 ചിന്താവാദത്തെക്കുറിച്ച് അയാൾ കയറി ഇരുന്നു. അപ്പോൾ സ്വാതപ്രസംഗം പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ ആരാ? അത് അഡ്വക്കേറ്റ് PI മുഹമ്മദ് കുട്ടിയാണ് മഞ്ചേരിയിലെ. സ്വാതപ്രസംഗം പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് മുഹമ്മദ് കുട്ടി വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്നും കൂടെ സംസാരിക്കുമെന്ന്. അപ്പോൾ ഇയാൾ പറ്റ പേടിച്ച് ഞാൻ അവിടെ തട്ടി ഞാൻ രക്ഷപ്പെടുത്തേണ്ട മുന്നാടിയിരുന്നതൊക്കെ പറഞ്ഞു പ്രസംഗിക്കാതെ വിട്ടു. എന്നാലും നല്ല രസമായിരുന്നത്. ഇപ്പോൾ വലിയ നടനായി. വലിയ നടച്ച ലോകത്ത് മാനം വിട്ട് അല്ലേ ഉയർന്ന നടനായി.